ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചായ രാവിലെ തന്നെ പറമ്പിൽ പണിക്കിറങ്ങിയിട്ടുണ്ട്. ആ പണി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. അടുക്കളയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കറിവേപ്പ്. ആ കറിവേപ്പ് ഈ ചൂടുകാലത്ത് വാടി തളർന്നു പോകാതിരിക്കാനുള്ള സെറ്റപ്പാണ് ഈ ചായ ചെയ്യുന്നത്. കറിവേപ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് കിളച്ച് വൃത്തിയാക്കി അതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ ഉപയോഗശൂന്യമായ ചിരട്ട അത് എടുത്തിട്ട് അതിന് വട്ടം തട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ 2 ചിരട്ടകൾ മുകളിൽ വെച്ച് 2 തട്ടായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അതവിടെ തട്ടിനകത്ത് നിലനിൽക്കണം. ചിരട്ട കൊണ്ട് തട്ട് ഉണ്ടാക്കിയതിൻ്റെ മുകളിൽ തൊണ്ടുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം ഒഴിക്കുമ്പോൾ ആ നനവ് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കറിവേപ്പിൻ്റെ മൊത്തം അതുപോലെ സെറ്റ് ചെയ്തു. രണ്ടാമത്തെ ഒരു കറിവേപ്പിനും ഞാൻ അതുപോലെ സെറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കറിവേപ്പിനും അതുപോലെ തൊണ്ടൊക്കെ വെച്ച് ചിരട്ടയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉപയോഗശൂന്യമായ ചിരട്ടകൾ നമുക്ക് ഉപകാരപ്രദമാക്കി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഓരോ ചെടികളുടെയും ചുവട്ടിൽ ഇങ്ങനെ സെറ്റായി വെക്കുന്നത് കൊണ്ട് ആ വെള്ളവും വളവും അവിടെ തന്നെ നിന്ന് നല്ല വിളവ് നമുക്ക് ലഭിക്കാനായിട്ട് ഇടയാകുന്നു. ഈ ചൂടുകാലത്ത് കറിവേപ്പ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ചിരട്ടകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഈ ചായൻ എല്ലാ കറിവേപ്പിൻ്റെയും ചുവട്ടിൽ ചിരട്ടയും തൊണ്ടും വെച്ച് സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളവും വളവും കൊടുത്താൽ ഈ തട്ടിൽ തന്നെ അത് നിലനിൽക്കും. അങ്ങനെ ഈ ചൂടിൽ നിന്നും നമുക്ക് കറിവേപ്പിനെ സംരക്ഷിച്ച് നല്ല വിളവ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.